നിങ്ങളുടെ പൈസ ഉണ്ടോടി? കള്ളം പറയില്ല, ബുക്കിൽ ഉണ്ടോ പോലെയാണ് ഞാൻ കണ്ടത്. പൈസ നീയൊക്കെ വീട്ടിൽ കടന്നാ മതി. വല്ല പഠിപ്പിച്ചിട്ട് ഞാൻ മോള്. എന്താ കരയണേ? നമ്മുടെ ബിസിനസിലോട്ട് ഇവിടെ ചേർക്കണം. എനിക്കൊരു ഐഡിയ ഉണ്ടെടി. ഒരു സ്ഥലമുണ്ട്, നമ്മൾ അവര് പറയുന്ന ജോലി ചെയ്താ പൈസ കിട്ടും. ഞാൻ ജോലി ചെയ്യാൻ തയ്യാറാണ്. എല്ലാ ജോലിയും ചെയ്യല്ലോ. തീർച്ചയായും. അവിടെ വന്നിട്ട് ഈ ജോലി ചെയ്യൂലെന്ന് പറയുന്നു. ഇല്ല. ശരി, എന്നാ നമുക്ക് ഇപ്പൊ തന്നെ പോവാം. പക്ഷെ അമ്മ ഇപ്പൊ എത്തുമല്ലോ. അമ്മ വരുന്ന നമ്മൾ നേരത്തെ എത്താം. വാ. വരണം. മീര പറഞ്ഞ ആളല്ലേ? അതെ, ഇരിക്ക്. മീര പറഞ്ഞല്ല ഇപ്പൊ വിഷമത്തിലാണെന്ന്. എന്നാ ഞാൻ ഒരു ഇഞ്ചക്ഷൻ ഇടാം, സന്തോഷിപ്പിക്കാനാ. ഇഞ്ചക്ഷനോ? അയ്യോ, പേടിക്കണ്ട മോളെ, അവിടെ ഇരിക്ക്. സുഖം തോന്നുന്നുണ്ടോ? ഇത് വേണോ? വേണം. എന്നാ ഞാൻ ഒന്ന് തരാം. അത് സ്കൂളിലും കോളേജിലും വിറ്റിട്ട് വരണം. എന്നാ ഞാൻ കൂടുതൽ പൈസയും തരാം. ഈ ഇഞ്ചക്ഷൻ ഡെയിലി വിടാം. ശരി, എന്നാ ദാ ഇതിനെ പിടിച്ചോ. മറക്കാതെ കൊടുക്കണം. എന്നാ പൈസയും കിട്ടും, ഇഞ്ചക്ഷനും കിട്ടും. തലവേദനിക്കുന്നു. എനിക്ക് ഇഞ്ചക്ഷൻ വേണം. ഇപ്പൊ തന്നെ ഇഞ്ചക്ഷൻ വേണം എനിക്ക്. തലവേദനിക്കുന്നു. ഇഞ്ചക്ഷൻ വേണം. എനിക്ക് ഇഞ്ചക്ഷൻ വേണം. എനിക്ക് ഇഞ്ചക്ഷൻ താ. എനിക്ക് ഇഞ്ചക്ഷൻ വേണം. തരാം. മീര ഇരിക്കേ. ശരി, എന്നാ ഞാൻ തിരിച്ച് കൂടി തരാം. കൊടുക്കണേ. എന്നാ മറക്കാതെ കൊടുക്കണം. എന്നാ നാളെ ഇഞ്ചക്ഷൻ തരാം. അത് ശരി, നീയാണല്ലേ ഞാൻ കുറെ ദിവസം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് ഡ്രഗ് കൊടുക്കണമെന്ന്. എന്നാൽ നീയാണ് സ്കൂൾ സ്റ്റുഡൻസിനും കോളേജ് സ്റ്റുഡൻസിനും ഡ്രഗ് കൊടുക്കുന്നത്. തീർച്ചയായും ഞാൻ ഇന്ന് പ്രിൻസിപ്പലോട് പറഞ്ഞ് നാളെ പോലീസിനോട് പറഞ്ഞേക്കും. അയ്യോ, അതൊന്നും പറ്റില്ല. ഞാൻ പറഞ്ഞേക്കാം. അയ്യോ, നാളെ എന്നെ പോലീസ് പിടിക്കാൻ പോലുമല്ലേ. നാളെ ന്യൂസ് പേപ്പറിലോ ന്യൂസില് ഞാനായിരിക്കുമല്ലേ. നന്നായിട്ട് പഠിച്ച കുട്ടിയായിരുന്നില്ല ഞാൻ. ഈ സമൂഹമല്ലേ എന്നെ ഡ്രഗ്സിലോട്ട് അഡിക്റ്റ് ആക്കിയത്. ഇനി ഞാൻ ജീവനോട് ഇരിക്കാൻ പാടില്ല. ഇല്ല. പഠിച്ചുയർന്നും കളിച്ചുമിവിടെ